നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി നിധി, ഇനി ആന്റിയോട് വാശി വൈരാഗ്യം ഒന്നും കാണിക്കരുത്. മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ പെൺകുട്ടികൾ അത് എതിർക്കാൻ പാടില്ല നിധി. നീ കുറച്ചുകൂടിയൊക്കെ അച്ചടക്കം ഒന്ന് ശീലിക്കണം. നിധിയെ ഞാനൊരു നല്ല മരുമോളായിട്ട് മാറ്റിയെടുത്തോളാം ആന്റി. നീ ഒട്ടും മാറിയിട്ടില്ല ശിവാനി. ഗൗതം സാറിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രം ഞാനിതിന് മറുപടി പറയുന്നില്ല. വാ മോളെ, നമുക്ക് മുകളിലോട്ട് പോ. ഏട്ടത്തെ നിധിയെ കൊണ്ടുപോയതിന് ഇവനെന്തിനാ പിന്നാലെ പോകുന്നത്? ബുള്ളറ്റ് കൊണ്ട് വേദനയൊക്കെ മാറിയോ? അതങ്ങനൊന്നും മാറില്ല മോളെ. ഇനി ഈ കൈ അനക്കാൻ പറ്റുമെന്ന് ദൈവത്തിനെ അറിയൂ. അതൊക്കെ ശരിയാവും ചേച്ചി. മുറിവൊക്കെ കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ മതി. യാമിനി, വല്ലതും പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ആദ്യം ശിവാനി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയട്ടെ, എന്നിട്ട് പഠിക്കാം. വന്ന് വന്ന് ഈ നരന്ത് പോലും എന്നെ അനുസരിക്കാതായി. പാറുവിന്റെ മുഖത്ത് എന്താ ഒരു ഗൗരവം? ശിവാനി വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെ ഒഴിവാക്കാൻ പറ്റിയ സമയമായിരുന്നു ഇത്. ഹോസ്പിറ്റലിൽ നിന്ന് അവളെ അശോകന്റെ രേണുകയുടെയും കൂടെ അയച്ചാൽ മതിയായിരുന്നു. പാറു എന്താ ഈ പറയുന്നത്? അവക്ക് മുറിവേറ്റത് എന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയില്ല. ആയിക്കോട്ടെ, അവളെ സഹായിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അനിയത്തിയായതുകൊണ്ട് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഈ വീട്ടിൽ കൊണ്ടുവരണ്ടായിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തത്. കുറച്ചുകൂടെ വിവേകത്തോടെ ആലോചിച്ചിട്ട് വേണമായിരുന്നു ശരി തെറ്റുകൾ തീരുമാനിക്കാൻ. അവളെ നിങ്ങളുടെ കൂടെ നിർത്തി വസു എന്നെ കൊണ്ട് ആരതി ഒഴിയിപ്പിച്ചു. ഇതൊരു തുടക്കം മാത്ര ഗൗതം. ഈ കുടുംബത്തിൽ അവൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമ്മയുടെ ആശങ്ക ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് അവളെ ഒഴിവാക്കിയ